തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പൊതുഖജനാവിൽ നിന്നും പണം ചിലവഴിച്ച് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം കേരളത്തിലെ വീടുകളിൽ വിതരണം ചെയ്യുന്നുവെന്ന് ടി.എൻ. പ്രതാപൻ. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസിദ്ധീകരിച്ച 16 പേജുള്ള മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗമാണ് വിതരണം ചെയ്യുന്നതെന്നും ഇതിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും ടി.എൻ. പ്രതാപൻ പറഞ്ഞു. മാർച്ച് 16 മുതൽ നിലവിൽ വന്ന തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച പൊതുഖജനാവിൽ നിന്നും കോടികൾ ചിലവഴിച്ചാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം കേരളത്തിലെ മുഴുവൻ വീടുകളിലും വിതരണം ചെയ്യുന്നതെന്ന് പ്രതാപൻ പറഞ്ഞു. ഇടതുമുന്നണി പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനു വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങി വിതരണം ചെയ്യുന്ന ഈ പ്രസിദ്ധീകരണം കണ്ടുകെട്ടണമെന്നും വിതരണം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കാണിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും ടി.എൻ. പ്രതാപൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള 16 പേജുള്ള മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ വീടുകളിലും കയറിയിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതുവഴി ചെലവഴിച്ചിട്ടുള്ളത്, ഇതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഇത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായും 16-ാം തീയതി മുതൽ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു കാരണവശാലും മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ഉൾപ്പെടെയുള്ള ഒരാളും സർക്കാരിൻ്റെ ഏതെങ്കിലും നേട്ടങ്ങളോ അവരുടെ പ്രസംഗങ്ങളോ പൊതുപണം പ്രചരണം നടത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ എന്നിവരുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് 16 പേജുകളുള്ള പ്രസിദ്ധീകരണം അച്ചടിച്ചതെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുമ്പോഴും കോടികളാണ് ഇടതുമുന്നണിയുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നതെന്നും ടി.എൻ. പ്രതാപൻ കുറ്റപ്പെടുത്തി. അമൃത ന്യൂസ്, തൃശൂർ.